എന്നിരുന്നായിട്ടും ഈ ഭൂമി നശിച്ചു പോകാതെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഓക്കെ, അന്നപ്പെസ തുടങ്ങുന്നു, പിന്നെ ഒരൊറ്റ പോക്ക പോയി 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 തിരിച്ചു വരുമ്പോഴത്തേനും സർവാധിപന് അതിൽ നോക്കൂ, നേരെ പോയി നാക്ക് കിട്ടി കുർബാന സ്വീകരിക്കും. മാരക പാപത്തെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. സായിപ്പും മദാമയും ഒക്കെ പ്രാർത്ഥിച്ച ഈശോ കേൾക്കും. പിന്നെ ഈ സ്ട്രെസ്സിന്റെ കുഴപ്പം കൊണ്ടാണോ, ഇത് കാണുന്നവരുടെ കുഴപ്പമാണ്, ഇത് കേരളത്തിന്റെ പാരമ്പര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതായത് എൻ്റെ കുഴപ്പമല്ല, കാണുന്നവരുടെ പ്രശ്നമാണ്. അൽമാരി വിശുദ്ധ കുർബാന കൊടുക്കുന്നത് പൊതുവെ നമ്മുടെ നാട്ടിലത് കാണത്തില്ല, പക്ഷെ ഇന്ത്യക്ക് പുറത്ത് സർവ്വസാധാരണമാണ്. ഞാൻ പോകുന്ന 2 പള്ളിയിലും അതുണ്ട്. ദുബായിലും ഈ സംഗതി നമുക്ക് കാണാൻ പറ്റും, അൽമാരി വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. നാട്ടിൽ ഫ്രീമേസണറി പോലുള്ള സംഘടനയിൽ അംഗത്വമുള്ള നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്നുള്ള ചില കർദിനാളന്മാരും ബിഷപ്പുമാരും വൈദികരും അൽമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഘടനകളിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ കയ്യിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ തലയിൽ ഷോളിടാത്തത്, വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യത്തെ ആദരിക്കാതെ തിരിഞ്ഞു ജനങ്ങളെ ആദരിക്കുന്നത്, അൽമാരി വിശുദ്ധ കുർബാന വിതരണം ചെയ്യുന്നത്, സ്ത്രീകൾ പൗരോഹിത്യത്തിലേക്കും അല്ലെങ്കിൽ ബലിയുടെ ശുശ്രൂഷകളിലേക്കും കടന്നു വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ഇവരുടെ പ്ലാനിൽപ്പെട്ട കാര്യങ്ങളായിരുന്നു. കാര്യമുണ്ട്, ഇവരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കത്തോലിക്ക സഭേനെ എന്തൊക്കെ രീതിയിൽ ചെളിവാരി എറിഞ്ഞാലും എന്തൊക്കെ രീതിയിൽ നശിപ്പിക്കാനുള്ള പ്ലാനുമായിട്ട് വന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി വളരെ കൂടുതൽ ഉണ്ടാവും. പക്ഷെ ഈശോയുടെ സെക്കൻഡ് കമ്മിങ് വരെ കത്തോലിക്ക സഭ അവിടെ ഉണ്ടാവും. ഒരു മനുഷ്യനത് നശിപ്പിക്കാൻ, ആർക്കും അത് നശിപ്പിക്കാൻ പറ്റും നമുക്ക് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം.